ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 ഏത്തപ്പഴം കയ്യിലുണ്ടോ? നമുക്ക് ഏത്തപ്പഴം കൊണ്ട് 4 മണിക്ക് കിടിലായിട്ടൊരു പലഹാരം തയ്യാറിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2 പഴുത്ത പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ആ പഴം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഫോർക്കോ സ്പൂണോ വെച്ച് വേണം ഒന്ന് ഉടച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതുപോലെയാണ് ഒന്ന് ഉടച്ചെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദാ മാവാണ്. 2 സ്പൂൺ മൈദാ മാവ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇത് കലക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മാവ് ഇട്ടതിന് ശേഷം ഈ പഴത്തിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അല്പാൽപമായി വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പം നമ്മുടെ മാവിനിതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ പഴവും മാവും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് അതിൽ നിന്ന് ഓരോ സ്പൂണായിട്ട് ഇതുപോലെ ഒന്ന് കോരി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് സ്പൂണിലാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി നമ്മളിതൊന്ന് എടുക്കണം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2-3 പ്രാവശ്യം നമ്മളിതുപോലെ തിരിച്ച് മറിച്ചിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും 2 പഴം കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കണം. ഇപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ നമ്മൾ ഓരോ സ്പൂണായിട്ട് എണ്ണയിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഴംപൊരിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നതുവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.